ഇന്ന് അന്നത്തെയും പോലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കുഞ്ഞുങ്ങളെ. മറ്റൊന്നും കൊണ്ടല്ല, മൈൻഡ് ഡിസ്റ്റർബായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. മൈൻഡ് ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പറ്റിപ്പോയതാണ്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ എല്ലായ്പ്പോഴും ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു എന്താ പറയുക, ഒരു ആകുലത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പറയിക്കാൻ പറ്റില്ല. മനസ്സിനുള്ളിൽ ഒഴുങ്ങുന്ന ഒരു വിങ്ങൽ പോലെ, വേദന പോലെ, നീറുന്ന ഒരു വേദന പോലെ വരും മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. പിന്നെ ജീവിതങ്ങൾ തകരുമ്പോൾ ഒരു വേള നമ്മൾ ചിന്തിക്കും, അയ്യോ നമ്മൾ കാരണമാണോ, നമ്മൾ നേരെ നോക്കാത്തത് കൊണ്ടാണോ, അന്വേഷിക്കാത്തത് കൊണ്ടാണോ, നമ്മളാണോ ഇതിനൊക്കെ കാരണക്കാരി എന്ന് തുടങ്ങും. ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എന്താണെന്നും അല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു പോയി ഞാൻ. ഒരു മകളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ്. ഓരോ ദിവസവും എനിക്ക് വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കയത്തിലാണ് പെട്ടുപോയെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ടോട്ടലി എനിക്കെന്തോ എനിക്ക് പറയാൻ പറ്റില്ല. എന്തോ എന്നെ മനസ്സിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വേണമെന്ന് വെച്ച് എന്നെ പറ്റിച്ചതുപോലെയായിപ്പോയി. ഞാൻ നാലുകെട്ടിനും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് പഴി കേൾക്കേണ്ടി വരിക ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്ത. പ്രിയപ്പെട്ട യൂട്യൂബ് സഹോദരങ്ങളെ, കൂട്ടുകാരെ, മക്കളെ, എൻ്റെ മനോവിഷമനങ്ങളെന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും അല്പം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഇതൊന്നും ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല കേട്ടോ. ഒരു ദിവസം നീറ്റൽ. കാരണം ഇങ്ങനൊരിതിലായിപ്പോയി, പെട്ടുപോയല്ലോ എന്നുള്ള ഒരു ഇതായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നാളെ വീഡിയോ ഇടാൻ കേട്ടോ. ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അതൊരു പ്രാർത്ഥനയുണ്ട്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തകർന്നു പോയി അതൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മനസ്സിലായില്ലേ? കണ്ടും കൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാതിരിക്കും.